വെൽക്കം ടു ലേൺവൈസ് പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BMP003 മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന പേപ്പറിന്റെ യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 ഫണ്ടമെന്റൽസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. നമ്മൾ രണ്ട് പാർട്ടിലായിട്ടാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മെയിൻലി ഇന്റർനാഷണൽ ബിസിനസ് എന്താണ് എന്നുള്ളത് ലേണേഴ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. നോക്കിയേ, ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, മീനിങ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ നേച്ചർ, സ്കോപ്പ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഫോർ എക്കണോമീസ്, ഫോർ ഫേംസ് തുടങ്ങിയ കാര്യങ്ങളും, അതുപോലെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷനിലേക്ക് ഫേംസ് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആൻഡ് പ്രോസസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഒരു ലെക്ചർ റോഡ് മാപ്പ് ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയും, അതിനുശേഷം ഇമ്പോർട്ടൻസും ക്യാരക്ടറിസ്റ്റിക്സും പറയും. അതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ സ്കോപ്പ്, അതേപോലെ തന്നെ ഫോംസ് പറയും. ദെൻ ഇന്റർനാഷണൽ വേഴ്സസ് ഡൊമസ്റ്റിക് ബിസിനസ്, ആ ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. നേരെ നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. സോ ബിസിനസ് ആണെങ്കിലും, ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന ബിസിനസ്സുകളാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഇന്റർനാഷണൽ ട്രേഡിലേക്ക് എൻഗേജ് ചെയ്യുക എന്നുള്ള കാര്യം എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് ബിറ്റ്വീൻ ടു നേഷൻസ് അല്ലെ. ഒരു രാജ്യത്തുള്ള പ്രോഡക്ട്സും സർവീസും മറ്റൊരു രാജ്യത്തിൽ വെച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. സോ അവിടെ ഗുഡ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ട്, ഈവൻ ക്യാപിറ്റൽ കാര്യങ്ങൾ പോകുന്നുണ്ട്, ലേബർ ഓർ ഹ്യൂമൻ റിസോഴ്സസ് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഇന്റർനാഷണൽ ബിസിനസിന്റെ സ്കോപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇന്നത്തെ കാലത്ത് തുടങ്ങുന്ന എല്ലാ കമ്പനീസിനും ഒരു ഗ്ലോബൽ സ്കെയിലിലേക്ക് പോവുക എന്നുള്ളതാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബൽ സോഴ്സിങ്, അതായത് റോ മെറ്റീരിയൽസ് ഗ്ലോബലി സോഴ്സ് ചെയ്ത് പല രാജ്യങ്ങളിൽ പ്രൊഡക്ഷൻ നടത്തി ഒരു ഗ്ലോബൽ സെയിൽസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഒരു കംപ്ലീറ്റ് ഒരു ജൈന്റ് മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു വൺ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ ഗ്ലോബൽ മാർക്കറ്റിനെ കാണുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ബിക്കോസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ഇനി നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ ഓർ നമ്മൾ ഈ പറയുന്ന ഇന്റർനാഷണൽ ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്നത്, ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നോക്കുന്നത്. സോ നമുക്കറിയാം ഒരു രാജ്യവും സെൽഫ് സഫീഷ്യന്റ് അല്ല അല്ലെ. ഇവിടെയുള്ള ഒരു കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവണം എന്നില്ല, അവിടെ ഉള്ളത് ഇവിടെ ഉണ്ടാവണം എന്നില്ല. നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഇവിടെ സഫീഷ്യന്റ് ആയിട്ട് മേ ബി നമുക്ക് അവൈലബിൾ ആയിരിക്കും, പക്ഷെ നമുക്ക് ആവശ്യമായ രീതിയിൽ അത് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതും. ഇനി നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. സോ ഒരു രാജ്യവും സെൽഫ് സഫീഷ്യന്റ് അല്ല. അതിൽ നിന്നാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് ഇവോൾവ് ആയി വന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് ഓക്കെ. ഫസ്റ്റ് വൺ, എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ആൻഡ് കസ്റ്റമർ ബേസ്. അപ്പോ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രോഡക്റ്റിന് പുതിയ കൺസ്യൂമർ സെഗ്മെന്റ്സ് കിട്ടും, ഒരുപാട് ലാർജ് മാർക്കറ്റ് സൈസ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, ഒരുപാട് ഡിമാൻഡ് പാറ്റേൺസ്. ഇപ്പൊ ഒരു ഏരിയയിൽ ഡിമാൻഡ് കുറവാണെങ്കിലും മറ്റൊരു ഏരിയയിൽ ഹൈ ഡിമാൻഡ് ഓഫ് പ്രോഡക്ട്സ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ മിഡിൽ ക്ലാസ് പോപ്പുലേഷന്റെ ഇൻക്രീസ് കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആപ്പിൾ നമുക്കറിയാം ഒരു US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ആപ്പിളിന്റെ മോർ ദാൻ 60% ഓഫ് റവന്യൂവും ഔട്ട്സൈഡ് US നിന്നാണ് കിട്ടുന്നത്. മനസ്സിലായി? അപ്പൊ നമുക്ക് ആ ഒരു രാജ്യത്ത് മാത്രം നിന്നിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു എക്സ്പാൻഷൻ അതിനെ കിട്ടുകയുണ്ടായിരുന്നില്ല. ദെൻ സെക്കൻഡ് വൺ ഇസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യൂണിറ്റ് കോസ്റ്റ് കുറയും അല്ലെ. അതാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിലിൽ പറയുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? യൂണിറ്റ് കോസ്റ്റ് കുറയുകയാണ്. ആൻഡ് വി വിൽ ഗെറ്റ് ബെറ്റർ എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഫ്രം ദാറ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സാംസങ് ഒരുപാട് മൊബൈൽസ് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ പ്രൊഡക്ഷൻ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഹൈ ആയതുകൊണ്ട് തന്നെ അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ കുറവാണ്. സോ ദാറ്റ് കോസ്റ്റ് കുറച്ച് പ്രോഡക്ട്സ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് അതിന് കഴിയുന്നുമുണ്ട്.
ദെൻ ആക്സസ് ടു ബെറ്റർ ആൻഡ് ചീപ്പർ റോ മെറ്റീരിയൽസ്. സോ ഇപ്പൊ ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽസോ മിനറൽസോ കാര്യങ്ങൾ ഇല്ല നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമുക്ക് ആകെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ അവൈലബിലിറ്റി കുറവാണെങ്കിൽ എന്തായിരിക്കും, കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലെ, കാരണം ആ കുറച്ച് സാധനത്തിന് തന്നെ ഒരുപാട് ആവശ്യക്കാർ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ അങ്ങനെ വരാതെ എന്ത് ചെയ്യാം, നമുക്ക് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും, ഇപ്പൊ ഇന്ത്യ തന്നെ ആണെങ്കിലും OPEC അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, OPEC കൺട്രീസിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ജപ്പാൻ ആണെങ്കിൽ കൂടെ സൗദി അറേബ്യ, UAE പോലത്തെ നമ്മളും അവിടെ നിന്നൊക്കെ തന്നെയാണ് എടുക്കുന്നത്, ക്രൂഡ് ഓയിലും കാര്യങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ചീപ്പർ ആയിട്ട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, ആക്സസ് ടു അഡ്വാൻസ് ടെക്നോളജി. ഇന്നത്തെ കാലത്ത് നമ്മൾ ഗുഡ്സും സർവീസും മാത്രം ഇന്റർനാഷണലി ട്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, ടെക്നോളജിയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഡെവലപ്ഡ് നേഷൻസിന്റെ അഡ്വാൻസ് ടൂൾസും ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സും സോഫ്റ്റ്വെയറും പേറ്റൻസും ഹൈടെക് ആയിട്ടുള്ള ഈ പറയുന്ന പ്രൊഡക്ഷൻ സിസ്റ്റംസും കാര്യങ്ങളെല്ലാം തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിനും മറ്റും എന്ത് ചെയ്യാം, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസിനും മറ്റും എടുക്കാനായിട്ട് കഴിയും. ദെൻ എംപ്ലോയ്മെന്റ് ജനറേഷൻ. ബേസിക്കലി നമ്മുടെ അടുത്തൊരു ഓർഗനൈസേഷൻ തുടങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ മാനുഫാക്ചറിങ് സെക്ടേഴ്സിലോ അല്ലെങ്കിൽ റീറ്റെയിൽ, IT സെക്ടേഴ്സിലോ ടൂറിസം സെക്ടേഴ്സിലൊക്കെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആമസോൺ ആണെങ്കിലും വാൾമാർട്ട് ആണെങ്കിലും ടൊയോട്ട ആണെങ്കിലും ഒക്കെ ഒരുപാട് ലാക്സ് ഓഫ് പീപ്പിളിനെ ഗ്ലോബലി അവരെ ഹയർ ചെയ്ത് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് അതും നമുക്കൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാം. ദെൻ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമുക്ക് ഒരുപാട് ക്വാളിറ്റി പ്രോഡക്ട്സ് കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, സർവീസസ് അവൈലബിൾ ആണ്, എല്ലാവർക്കും അത്യാവശ്യം എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. സോ എല്ലാവരും എന്താണ്, എംപ്ലോയിഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് സുപ്പീരിയർ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള, ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ആക്സസിബിൾ ആണ്, ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഹയർ ആയിട്ട് മാറ്റുകയായിരിക്കും ചെയ്യുന്നത്. ദെൻ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് ഇന്നോവേഷൻ. ഇപ്പൊ നമ്മൾ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ മാത്രമുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് വെക്കുക. അപ്പൊ അതിന് കോമ്പീറ്റ് ചെയ്യാൻ 4-5 പ്രോഡക്ട്സ് ഉണ്ടാവും. സോ അവരെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ആ ഒരു പ്രോഡക്റ്റിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ഗ്ലോബലി ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോകുന്ന സമയത്ത് ഗ്ലോബൽ മാർക്കറ്റിൽ ഇതുമായിട്ട് സാദൃശ്യമുള്ള എല്ലാ പ്രോഡക്ട്സിന്റെയും കൂടെ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ഇന്നോവേഷൻ. അപ്പോ ബെറ്റർ ഇന്നോവേഷൻ വരും, അതേപോലെ ബെറ്റർ മാനേജ്മെന്റ് പ്രാക്ടീസസ് വരും, ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്ലോബൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾക്കും എന്ത് കിട്ടും, ഈ പറയുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബെറ്റർ പ്രോഡക്ട്സ് കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ സാംസങ്, അതേപോലെ തന്നെ ആപ്പിൾ, സാമി, ഇവരുടെ ആ ഒരു കോമ്പറ്റീഷൻ കൊണ്ടാണ്, ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ കൊണ്ടാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ടെക്നോളജി ഓർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആവും. നെക്സ്റ്റ് വൺ ഇസ് റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ. നോക്കി, ഇപ്പൊ നമ്മൾ ഒരു മാർക്കറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ്. ഇപ്പൊ ആ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ ഒരു എക്കണോമിയിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റെബിലിറ്റി ഇഷ്യൂസ് വന്നു, റെസിഷനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയോ കാര്യങ്ങൾ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്താവും, കുറയും അല്ലെ. പക്ഷെ നമ്മൾ പല മാർക്കറ്റിലായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിലോ, ഒരു മാർക്കറ്റിൽ ഇടിവ് സംഭവിച്ചാലും മറ്റു മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. ആൻഡ് എക്സാമ്പിൾ നോക്കിയ സ്റ്റാർബക്സ് US നിന്നുണ്ടായിരുന്ന ലോസ് ഏഷ്യൻ കൺട്രീസിലുള്ള അവരെ സെയിൽസ് വെച്ചിട്ടാണ് അവരത് റിക്കവർ ചെയ്തെടുത്തത്. അപ്പൊ പല മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു മാർക്കറ്റ് നമുക്ക് അവിടെ ലോസ് സംഭവിച്ചാലും മറ്റു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും. ദെൻ ഇൻക്രീസ്ഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ്. നമ്മളിപ്പോ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ പേയ്മെന്റ്സ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. എസ്പെഷ്യലി എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ കറൻസി കാര്യങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ വി ഗെറ്റ് വാല്യുബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ത്രൂ എക്സ്പോർട്ട്സ്. അതേപോലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇത് വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ട്സ് കാര്യങ്ങൾക്ക് പേയ്മെന്റ്സ് നടത്താനായിട്ട് പറ്റും. ഇപ്പൊ ചൈനയ്ക്ക് ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ട്, കാരണം അവര് ഇലക്ട്രോണിക്സിൽ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് അല്ലെ. സോ അവർ ഈ പറയുന്ന ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഫോറക്സ് റിസർവ്സ് അവർക്ക് അവൈലബിൾ ആണ്. ദെൻ സ്ട്രെങ്തനിങ് ഇന്റർനാഷണൽ റിലേഷൻസ്. നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് കോഓപ്പറേഷൻ ബിറ്റ്വീൻ നേഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം എന്താ, ഇപ്പൊ നമ്മള് ഒരു മറ്റൊരു രാജ്യമായിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വിൽ ഹാവ് എ ഗുഡ് റിലേഷൻ അല്ലെ, ഒരു ഹെൽത്തി റിലേഷൻ അവരായിട്ട് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ USA ജപ്പാനും
നല്ല സ്ട്രോങ് റിലേഷൻസിലാണ്. ബിക്കോസ് എന്താണ്, അവർ ആ ഒരു ഓട്ടോ ട്രേഡ് ടെക്നോളജി, ഓട്ടോ ട്രേഡ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ദേ ഹാവ് എ ഹെൽത്തി റിലേഷൻ ബിറ്റ്വീൻ ദം. സോ ദാറ്റ് എന്താണ്, ആ റിലേഷൻസ് സ്ട്രെങ്തൻ ചെയ്യാനും ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഒപ്റ്റിമൽ യൂസ് ഓഫ് ഗ്ലോബൽ റിസോഴ്സസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബണ്ടന്റ് ആയിട്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെന്ന് വെക്കുക. സോ നമുക്ക് അത്ര ആവശ്യമില്ല. അപ്പൊ എന്ത് വരും, അവിടെ വേസ്റ്റേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോ ഇപ്പൊ ഒരു രാജ്യത്ത് ഈ റിസോഴ്സസ് ഇല്ലാന്ന് വെക്കുക, നമുക്ക് എക്സസ് വരുന്ന അങ്ങോട്ട് കൊടുത്താലോ, അവരത് എഫിഷ്യന്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മോർ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും ഇന്റർനാഷണൽ ബിസിനസ്സിലൂടെ നമുക്ക് കഴിയും. ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ഓയിൽ അവൈലബിൾ ആണ്. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്, അവര് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇല്ലാത്ത രാഷ്ട്രങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അവിടെ വേസ്റ്റേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ്, ഇന്ത്യ ഇസ് ഫേമസ് ഫോർ ഇറ്റ് സർവീസസ്, IT സർവീസ്, നമ്മള് BPO സർവീസസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന റിസോഴ്സസിനെ എന്ത് ചെയ്യാം, നമുക്ക് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ എൻകറേജ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്. FDI എന്താണ്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടും അതേപോലെ ജോബ് ക്രിയേഷൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും എന്തുണ്ട്, FDIs വരാനായിട്ട് തുടങ്ങും. ഇപ്പൊ ടൊയോട്ട US-ലെ പ്ലാൻസ് തുടങ്ങിയത് ഈ പറയുന്ന FDI കൊണ്ടാണ്. ചൈനയില് BMW പ്ലാൻസ് ഉള്ളത് FDI കൊണ്ടാണ്. ഇവൻ നമ്മുടെ ഇവിടെ വരുന്ന പല പ്രോജക്റ്റും ഒരുപാട് FDI ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത്. സോ അങ്ങനെ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒരുപാട് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് കഴിയും. ദെൻ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് ഒരുപാട് പോർട്ടും ഡിജിറ്റൽ നെറ്റ്വർക്ക്സും ഷിപ്പിങ്ങും അതേപോലത്തെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന്റെ ഡെവലപ്മെന്റ് നമുക്ക് അവിടെ ഉണ്ടാവും വയ ട്രേഡ്. ഇപ്പൊ ദുബായിലെ പോർട്സ് അതേപോലെ സിംഗപ്പൂർ പോർട്സ് എല്ലാം ഈ പറയുന്ന ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവൈലബിലിറ്റി വരും. ദെൻ മൊബിലിറ്റി ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. സോ പീപ്പിൾ മൂവ് ഫോർ ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, അല്ലെ, നമുക്ക് പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാപിറ്റലും ഇതുപോലെ തന്നെ ഫ്ലോ ചെയ്യുന്നുണ്ട് ത്രൂ ഇൻവെസ്റ്റ്മെന്റ്സ്. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് എത്തിക്കാനായിട്ട് ഈ ഒരു ഗ്ലോബൽ ട്രാൻസ്ഫർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ, എക്സസ് ആയിട്ട് ക്യാപിറ്റൽ ഉള്ളിടത്ത് നിന്ന് ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ഉള്ള സ്ഥലത്തേക്ക് ക്യാപിറ്റലിനെയും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ കൾച്ചറൽ എക്സ്ചേഞ്ച്. ഇപ്പൊ നമ്മുടെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും എന്താണ്, ഓരോ കൾച്ചർ ആണല്ലേ അവിടെ ഉള്ളത്. അപ്പൊ ഈ പറയുന്ന മൾട്ടിനാഷണൽ ടീംസിനെ ഓരോ സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് കാര്യങ്ങൾ ഇവിടെ ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ബൂസ്റ്റ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. സോ ഫോറിൻ പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നുന്നത് എന്താ, ക്വാളിറ്റി പ്രോഡക്റ്റ് ഈ സെയിം റേറ്റിൽ നമ്മുടെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും. സോ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇൻക്രീസ് ചെയ്യും. അതായത് അത്രയും ക്വാളിറ്റിയിൽ പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. സോ ഇറ്റ് വിൽ ബൂസ്റ്റ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ദെൻ ഗ്ലോബൽ സ്റ്റെബിലിറ്റി ആൻഡ് പീസ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ റിലേഷൻസ് കൊണ്ടുവരാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു, അല്ലെ. ഇപ്പൊ നമ്മൾ US ജപ്പാൻ തമ്മിലുള്ള റിലേഷൻഷിപ്സിനെ കുറിച്ച് പറഞ്ഞു. സോ ട്രേഡില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക്ഡ് ആയിട്ട് വരുന്ന നേഷൻസ് തമ്മിൽ കോൺഫ്ലിക്ട്സ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ബിക്കോസ് ദേ ആർ ഇന്റർഡിപെൻഡന്റ്, അല്ലെ, ഒരു എക്കണോമിക് ഇന്റർഡിപെൻഡൻസ് അവിടെ ഉണ്ട്. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് പീസ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ ഒരു എയിമും കൂടി വെച്ചിട്ട് തന്നെയാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്, ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു, ഗ്ലോബൽ സ്റ്റെബിലിറ്റി ആൻഡ് പീസ്, അതേപോലെ കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടാവും എന്ന് പറഞ്ഞു, നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ബൂസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലേബർ ഓർ ക്യാപിറ്റൽ റിസോഴ്സസിനെ പ്രോപ്പർ ആയിട്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, ഒരു ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടും എന്ന് പറഞ്ഞു, നമ്മുടെ ഗ്ലോബൽ റിസോഴ്സസിനെ നമ്മൾ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് കിട്ടും എന്ന് പറഞ്ഞു, നല്ല ഇന്റർനാഷണൽ റിലേഷൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, ദെൻ ഒരു ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്നെസ് ഓർ ഇന്നോവേഷൻ കൊണ്ടുവരാൻ കഴിയും എന്ന് പറഞ്ഞു, റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു, ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുവഴി ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്ന് പറഞ്ഞു, ദെൻ ചീപ്പർ ആയിട്ട് റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, ദെൻ അഡ്വാൻസ് ടെക്നോളജി കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, ദെൻ
പുതിയ കസ്റ്റമർ ബേസ് ഓർ പുതിയ മാർക്കറ്റ് സെഗ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് വൺ എക്കണോമിക്സ് ഓഫ് സ്കെയിലിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ഇമ്പോർട്ടൻസ് പഠിക്കുക കേട്ടോ. സോ ഒന്ന് നോക്കിയേ, വൈ എക്സ്പാൻഡ് ഗ്ലോബലി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാമല്ലോ, ഒരുപാട് റീസൺസ് എഴുതാം അല്ലെ. നമുക്ക് എന്താണ് ഇപ്പൊ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ പറയാം, റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ പറയാം അല്ലെ, റോ മെറ്റീരിയൽസ് അവൈലബിലിറ്റി പറയാം, എന്ത് റീസൺസ് വേണേ നമുക്ക് അവിടെ പറയാനായിട്ട് കഴിയും. ദെൻ നമ്മൾ നേരെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുവാണ്. ഇന്റർനാഷണൽ ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇന്റർനാഷണൽ ബിസിനസ് നമ്മുടെ എക്കണോമിക്, പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്സ് എല്ലാമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പപ്പ് ചെയ്താണ് ഫങ്ഷൻ ചെയ്യണം അല്ലെ. അത് ഒരു രാജ്യത്തിന്റെ മാത്രമാണോ? അല്ല, പല രാജ്യങ്ങളിലുള്ള പല സിറ്റുവേഷൻസിനെ എന്ത് ചെയ്യേണ്ടി വരും, അത് അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ്. സോ ഇവിടെ എന്താണ്, ഒരു ബിറ്റ്വീൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ ബിറ്റ്വീൻ നാഷണൽ ബൗണ്ടറി മൂവ്മെന്റ് ഓഫ് ഗുഡ്, സർവീസ്, ക്യാപിറ്റൽ, ടെക്നോളജി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എല്ലാമാണ് സംഭവിക്കുന്നത്. സോ ദാറ്റ് വി ക്യാൻ ഏൺ ഇൻകം ഫ്രം ഔട്ട്സൈഡ് ആൻഡ് വി ക്യാൻ ഓൾസോ എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്പാൻഡ് അവർ മാർക്കറ്റ് ഫ്രം ഡൊമസ്റ്റിക് ടെറിട്ടറി ടു അതർ പ്ലേസസ്. ആ ഒരു ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നിന്നും നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ എന്ത് ചെയ്യാം, മറ്റു സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നമ്മൾ ഇനി വരുന്ന യൂണിറ്റ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ നമ്മുടെ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ദെൻ വേൾഡ് ബാങ്ക് ഉണ്ട്, നമ്മുടെ IBRD, വേൾഡ് ബാങ്ക് കാര്യങ്ങൾ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദെൻ മൾട്ടി കറൻസി ഓപ്പറേഷൻസ്. സോ പല രാജ്യങ്ങളിൽ പല കറൻസീസ് ആണ് അല്ലെ. ഇപ്പൊ US ഡോളേഴ്സ് ഉണ്ട്, യൂറോ ഉണ്ട്, ജാപ്പനീസ് yen ഉണ്ട്, പൗണ്ട് സ്റ്റെർലിംഗ് ഉണ്ട്. അപ്പോ ഇവിടെ വരുന്ന ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എങ്ങനെയായിരിക്കും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള നാഷണൽ കറൻസീസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും. സോ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് പറയുമ്പോൾ തന്നെ പറയുന്ന ഒന്നാണ് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് കൊണ്ടുണ്ടാവുന്ന റിസ്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യും, അത് പ്രൈസിനെയും നമ്മുടെ റവന്യൂവിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. നേരത്തെ പറഞ്ഞ പോലെ നമ്മള് മൾട്ടിനാഷണൽ ടീംസിനെ ആയിരിക്കും നമ്മൾ ഓരോ സ്ഥലത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല സ്ഥലത്തെത്തുമ്പോൾ ആ സ്ഥലമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടും നമ്മുടെ പ്രോഡക്ട്സ് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടും വരും. പല സ്ഥലത്തെത്തുമ്പോൾ പല വാല്യൂസ്, ട്രഡീഷൻസ്, ലാംഗ്വേജ്, റിലീജിയൻസ് ഓർ ലൈഫ് സ്റ്റൈൽസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മാക്ഡൊണാൾഡ്സ് ആണ്. മാക്ഡൊണാൾഡ്സ് ഇന്ത്യയിൽ മാത്രമാണ് ഈ അലു ബർഗേഴ്സ് ഇല്ലേ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമാണ്. അപ്പൊ അവരെന്താ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വാല്യൂസ് കാര്യങ്ങൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഡക്റ്റിൽ കുറച്ച് ചേഞ്ച് വരുത്തി. അപ്പൊ ഇതെല്ലാം കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഡിഫറൻസസ്. ഇപ്പൊ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ആ പല രാജ്യത്തും പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. ട്രേഡ് റിലേറ്റഡ് റൂൾസ് ഉണ്ടാവും, അതേപോലെ ഇമ്പോർട്ട് ലോസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ബാരിയേഴ്സ് പറയുമ്പോൾ താരിഫ് ബാരിയേഴ്സ് ഉണ്ട്, നോൺ താരിഫ് ബാരിയേഴ്സ് ഉണ്ട്, ടാക്സ് ഉണ്ട്, പോളിസി ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ പല രാജ്യത്ത് വരുമ്പോ പല കംപ്ലൈൻസസ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ ദാറ്റ് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദേ ക്യാൻ വർക്ക് ഓൺലി ലീഗലി. അപ്പൊ ആ ഒരു എല്ലാ സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് കഴിയും. ദെൻ ലാർജ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. സോ വി നീഡ് സ്ട്രോങ് ഗ്ലോബൽ കേപ്പബിലിറ്റീസ് അല്ലെ. നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി വേണം, ഒരുപാട് മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്സ് വേണം, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വേണം, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് വേണം. കാരണം പല രാജ്യങ്ങളിലേക്ക് ഇത് എത്തിക്കേണ്ടതാണ് അല്ലെ. സോ ദർ വിൽ ബി എ ലാർജ് സ്കോപ്പ് ഓഫ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. ദെൻ കോംപ്ലക്സ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക്സ്. നമുക്ക് ഗ്ലോബൽ സപ്ലൈസ്, ഒരുപാട് സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നും നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യേണ്ടതായിട്ട് വരും. മാനുഫാക്ചർ ചെയ്തതിന് ശേഷം പല മാർക്കറ്റിലേക്ക്, പല നേഷൻസിലുള്ള പല മാർക്കറ്റിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയത്ത് ഇതിനെ സ്റ്റോർ ചെയ്യാനായിട്ട് വെയർ ഹൗസസ് വേണ്ട വരും, കസ്റ്റംസിന്റെ ക്ലിയറൻസ് എടുക്കേണ്ട വരും. സോ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ലോജിസ്റ്റിക്, സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക്സ് കാര്യങ്ങളെല്ലാം വേണ്ടതായിട്ട്. ഇപ്പൊ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പൊ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് DHL അല്ലെങ്കിൽ ഫെഡെക്സ് എന്നൊക്കെ പറയുന്നത്. അവര് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഓൺ ഈ പറയുന്ന അവര് തന്നെ വെയർ ഹൗസസ് ഓൺ ചെയ്യുന്നുണ്ട്. അവര് തന്നെ മൾട്ടിപ്പിൾ നേഷൻസിലേക്ക് ഈ പറയുന്ന നമ്മുടെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക്സ് കാര്യങ്ങൾ, അതേപോലെ ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ
ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് ആൻഡ് അൺസർട്ടണിറ്റി. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് വരാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റീസ് വരാം, എന്തെങ്കിലും റെഗുലേഷൻസിൽ വരുന്ന ചേഞ്ചസ് വരാം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരാം. ഇതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസിനെ എഫക്ട് ചെയ്യും. സോ അവിടെ കുറച്ചും കൂടി റിസ്ക് കൂടുതലും അതേപോലെ തന്നെ ഒരുപാട് അൺസർട്ടണിറ്റീസും ഉണ്ടാവുന്നതാണ് പറയുന്നത്. ദെൻ ഗ്ലോബൽ കോമ്പറ്റീഷൻ. നമ്മൾ ഡൊമസ്റ്റിക്കിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെ റീജിയനിൽ നിന്ന് നോക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ കോമ്പറ്റീഷൻ നമുക്ക് ഈ ഗ്ലോബലി നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഒരുപാട് ഇന്നോവേഷൻസ് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. പ്രോപ്പർ ആയിട്ട് നമ്മുടെ കോസ്റ്റ് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ നേരത്തെ മൊബൈൽ ഫോൺസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇവരെല്ലാം ഈ പറയുന്ന പോലെ കോമ്പീറ്റ് ചെയ്ത് ഇന്നോവേറ്റ് ചെയ്ത് പുതിയ പ്രോഡക്ട്സ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തവരാണ്. സോ ഒരു ഗ്ലോബൽ കോമ്പറ്റീഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി. ഇപ്പൊ ഗ്ലോബൽ ERP സിസ്റ്റംസ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇ കൊമേഴ്സ് പോലത്തെ ഒരുപാട് മോഡേൺ ടെക്നോളജീസ് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ലോജിസ്റ്റിക്സിന്റെ ഏരിയയിലാണെങ്കിൽ കൂടെ റിയൽ ടൈം ലോജിസ്റ്റിക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യണം. കാരണം എന്താണ്? ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രോഡക്ട്സ് കാര്യങ്ങൾ എത്തിപ്പെടണം അല്ലെ. ദെൻ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഗ്ലോബൽ കോപ്പറേഷൻ. നമ്മൾ ഇമ്പോർട്ടൻസിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇറ്റ് പ്രൊമോട്ട്സ് പീസ് എന്ന് കൂടി നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടില് എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് ഇന്റർനാഷണൽ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഇമ്പോർട്ടൻസും ക്യാരക്ടറിസ്റ്റിക്സുമാണ് പറഞ്ഞത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ് എനി 3 മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇനിയിപ്പോ നമുക്ക് എഴുതാലോ. ഇനി പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഡിഫറൻസസ്. എന്താണ് പൊളിറ്റിക്കൽ ലീഗൽ ഡിഫറൻസസ് എന്നുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്താന്നുള്ളത് ഇപ്പൊ എഴുതാലോ. എന്താണ്? പല മൾട്ടിനാഷണൽ ടീംസ് ഉണ്ട്, അതുപോലെ പല രാജ്യങ്ങളിൽ പല കൾച്ചർ, വാല്യൂ, ട്രഡീഷൻസ് ഉണ്ട്. സോ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ആ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നേ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഡിഫറൻസസ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ്. സോ പൊളിറ്റിക്കൽ ലീഗൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലീഗൽ എന്ന് പറയുന്നത് അവിടെ ലോസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പല രാജ്യങ്ങളിൽ പല ലോസ് ആയിരിക്കുമല്ലോ, ആ ലോ ആണ് ഉദ്ദേശിക്കുന്നത് ലീഗൽ എന്നുള്ളത്. പൊളിറ്റിക്കൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്, അതായത് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത് ആ ഒരു രാജ്യത്തുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരുടെ ഐഡിയോളജീസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. ആ ഒരു ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.